നമ്മൾ മലയാളികളുടെ ഭക്ഷണ രീതി അനുസരിച്ച് മിക്ക ആളുകളും 3 പ്രാവശ്യവും അരി ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. രാവിലെ എടുക്കുകയാണെങ്കിൽ രാവിലെ ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുക. ഇതെല്ലാം എന്താണ്? അരി ബേസ്ഡ് ഭക്ഷണങ്ങളാണ്. ഇനി ഉച്ചക്ക് എടുക്കുകയാണെങ്കിൽ ഉച്ചക്ക് നമ്മൾ ചോറാണ് കഴിക്കുക. അതും അരി ബേസ്ഡ് ഭക്ഷണമാണ്. രാത്രി എടുക്കുകയാണെങ്കിലോ രാത്രി ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അതും അരി ബേസ്ഡ് ഭക്ഷണമാണ്. ഈ അരി ബേസ്ഡ് ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അതിനെ വിഘടിപ്പിച്ച് അവസാനം നമുക്ക് കിട്ടുന്ന സാധനം ഗ്ലൂക്കോസാണ്. സോ നമ്മൾ 3 നേരവും കഴിക്കുന്നത് ഗ്ലൂക്കോസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഈ കൂടുതൽ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് എത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ശരീരത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് എത്തുമ്പോൾ ശരീരം എന്താണ് ഈ ഗ്ലൂക്കോസിനെ വെച്ച് ചെയ്യാൻ നിങ്ങൾക്കറിയോ? നമുക്കതൊന്ന് നോക്കി നോക്കാം. എന്താണ് ഓരോ പ്രാവശ്യവും ഇങ്ങനെ എത്തുന്ന ഗ്ലൂക്കോസിനെ ശരീരം ചെയ്യുന്നത്? നമ്മളൊരു ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ബ്ലഡിലേക്ക് ആദ്യം എത്തുന്ന ആ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, അതിനെ നമ്മുടെ ബോഡി എനർജി ഡിമാൻഡ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എനർജി ഡിമാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് ഊർജ്ജം ആവശ്യമാണ്. സോ ആ ഊർജ്ജത്തിൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുക. നമ്മുടെ മസിലുകൾക്കും ഊർജ്ജം വേണം. സോ ആ എനർജി സ്റ്റോറുകളൊക്കെ ആദ്യം എത്തുന്ന ഗ്ലൂക്കോസ് വഴി ഫുള്ളാക്കും. പക്ഷെ നമ്മൾ വീണ്ടും ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്ലൂക്കോസ് ലിവറിലേക്ക് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എത്തുന്ന ഈ ഗ്ലൂക്കോസിന് ലിവർ എന്താണ് ചെയ്യുക? ലിവർ പിന്നീട് ഈ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആദ്യം ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എങ്ങനെയാണെന്ന് അറിയോ? ഒരു മുറിയിൽ നമ്മൾ ഗ്ലൂക്കോസിനെ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? അതുപോലെയാണ് ആദ്യം ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിന് നമ്മുടെ ഗ്ലൈക്കോജൻ എന്നാണ് പറയുക. ഇത്തരത്തിൽ ലിവറിനും അതുപോലെ തന്നെ നമ്മുടെ മസിലുകൾക്കും ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഈ സ്റ്റോറുകളൊക്കെ പെട്ടെന്ന് ഫുള്ളാകും കേട്ടോ. നമ്മൾ വീണ്ടും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലൈക്കോജൻ സ്റ്റോറേജുകൾ ഗ്ലൂക്കോസിനെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടില്ല, ആ സ്റ്റോറേജ് ആ മുറി പെട്ടെന്ന് ഫുള്ളായി കഴിഞ്ഞു. പക്ഷെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? ഭക്ഷണം കഴിപ്പ് നിർത്തുന്നില്ല, നമ്മൾ വീണ്ടും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവറിലേക്ക് വീണ്ടും ഗ്ലൂക്കോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ലിവർ എന്താണ് ചെയ്യുക? ഇനി വരുന്ന ഗ്ലൂക്കോസിനെ ലിവർ ആദ്യം ഒരു പദാർത്ഥമാക്കിയിട്ട് മാറ്റും. ഇനി വരുന്ന ഗ്ലൂക്കോസിനെ ലിവർ അസറ്റൈൽ കോയെ എന്ന് പറയപ്പെടുന്ന ഒരു പദാർത്ഥമാക്കിയിട്ട് മാറ്റും. പിന്നീട് ഈ പദാർത്ഥത്തിൽ നിന്നാണ് ലിവർ കൊഴുപ്പുണ്ടാക്കുന്നത്. നമ്മൾ ഫാറ്റി ആസിഡ് അതുപോലെ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കണ്ടിട്ടില്ലേ, ട്രൈഗ്ലിസറൈഡ് എന്ന് കണ്ടിട്ടില്ലേ? ആ ട്രൈഗ്ലിസറൈഡൊക്കെ ഉണ്ടാകുന്നത് ഈ അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയപ്പെടുന്ന പദാർത്ഥത്തിൽ നിന്നാണ്. അപ്പോൾ ലിവർ എന്ത് ചെയ്യുന്നു? വീണ്ടും വരുന്ന ഗ്ലൂക്കോസിനെ